ഡോക്ടർമാർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. നിങ്ങളുടെ തൈറോയിഡിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ മുകളിലുണ്ടാകുന്ന റാഷ്, ഇതൊക്കെ ഒരു തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെന്നുള്ളത് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെ കുറിച്ചാണ്. എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കവർ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ ആദ്യം ഇമ്മ്യൂണിറ്റി എന്താണെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയാണ്. പല രീതിയിൽ നമുക്ക് ആ കഴിവ് കിട്ടുന്നുണ്ട്. നമ്മളുടെ ബോഡിയിൽ തന്നെ ഉൽപ്പാദിക്കുന്ന പലതരത്തിലുള്ള കോശങ്ങൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന പല ഓർഗൻസ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ സ്കിന്ന്, നമ്മളുടെ ബോഡി സെക്രീഷൻസ്, അതായത് ഉമിനീരിലാവാം, കണ്ണുനീരിലാവാം, ഇതിലെല്ലാം നമ്മളുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കെമിക്കൽസോ കോമ്പൗണ്ട്സോ അടങ്ങിയിട്ടുണ്ട്. ഇനി ആരിൽ നിന്നാണ് നമ്മളുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആവാം, ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, അല്ലെങ്കിൽ ഫോറിൻ ബോഡീസ് ആവാം. അത് പൊടിപടലങ്ങളാവാം, കെമിക്കൽസ് ആവാം, പുകയാവാം, പ്ലാസ്റ്റിക്സ് ആവാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന നാച്ചുറൽ അല്ലാത്ത സാധനങ്ങളാവാം. നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളോടും നമ്മളുടെ ബോഡി ചിലപ്പം ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഇതുകൂടാതെ നമ്മളുടെ ബോഡിക്ക് ഡേഞ്ചറസ് ആണെന്ന് തോന്നുന്ന എല്ലാ സാധനത്തിനും അഗെയിൻസ്റ്റും നമ്മളുടെ ബോഡി പ്രൊട്ടക്ഷന് വേണ്ടി ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ അതിൽ വരുന്ന ചില മാറ്റങ്ങളാണ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങളുടെ അവസാനം സംഭവിക്കുന്നത് നമ്മളുടെ തന്നെ കോശങ്ങളെ, നമ്മളുടെ തന്നെ സെല്ലിനെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മനസ്സിലാവാതെ വരും. നമ്മളുടെ തന്നെ സെല്ലിന് അഗെയിൻസ്റ്റ് ഈ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്ത് തുടങ്ങും. അതായത് സ്വന്തം ഏതാണ്, ഫോറിൻ ഏതാണെന്ന് മനസ്സിലാവാതെ സ്വന്തം സെൽസിന് അഗെയിൻസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഇങ്ങനത്തെ പലതരത്തിലുള്ള കണ്ടീഷൻസിനെല്ലാം കൂടി നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയാം. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ചിലർക്ക് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണമല്ല, ഇത് മൾട്ടി ഫാക്ടോറിയലാണ്. അതിൽ ചില ഫാക്ടേഴ്സ് ജനറ്റിക് ആണ്. തലമുറകളായി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ജീൻസിൽ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാവാനുള്ള ജീൻസ് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും. മറ്റു ചില ഫാക്ടേഴ്സ് ഹോർമോണലാണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാക്കുന്നതിൽ റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യം, നമ്മളുടെ ചുറ്റുവട്ടം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമുക്ക് എത്ര സൺ എക്സ്പോഷർ കിട്ടുന്നുണ്ട്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്ര എയർ പൊല്യൂഷൻ ഉണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെയിൻലി രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതിലൊന്നെന്ന് പറയുന്നത് ഇന്നേറ്റ് ആയിട്ടുള്ളതാണ്. ഇന്നേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാ കിട്ടുന്നത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് സ്കിൻ ഉണ്ടാവും, ബ്ലഡ് ഉണ്ടാവും, ബ്ലഡിൽ കുറേ കോശങ്ങളുണ്ടാവും. കരയുന്ന സമയത്ത് കണ്ണുനീര് വരും. ആ കുട്ടീൻ്റെ ബോഡിയിൽ പലതരത്തിലുള്ള ബാക്ടീരിയ ഉണ്ടാവും. പലതരത്തിലുള്ള കെമിക്കൽസും കോമ്പൗണ്ട്സും പ്രോട്ടീൻസും കോംപ്ലിമെന്റ്സും ഇതൊക്കെ ജനിക്കുന്ന സമയത്ത് തന്നെ കിട്ടുന്നതാണ്. ഇതിനെല്ലാത്തിനും കൂടിയാണ് നമ്മൾ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ ജന്മന കിട്ടുന്ന ഇമ്മ്യൂൺ സിസ്റ്റം സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും മൈക്രോ ഓർഗാനിസംസിന് അഗേൻസ്റ്റ് വർക്ക് ചെയ്യില്ല. എല്ലാ തരത്തിലുള്ള എനിമീന് അഗേൻസ്റ്റും ഒരേപോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് നോൺ സ്പെസിഫിക് ആണ്. പോരാത്തതിന് ഇവർക്ക് മെമ്മറി ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല. അതായത് ഒരു പ്രാവശ്യം നമ്മളുടെ ബോഡീനെ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസം വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് വെക്കാനും പിന്നീട് ഇവർ വരുന്ന സമയത്ത് ഇവർക്ക് അഗേൻസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ ഫൈറ്റ് ചെയ്യാനുള്ള കഴിവൊന്നും ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനില്ല. പക്ഷേ രണ്ടാമത്തത് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഈ പറഞ്ഞ കഴിവുകളൊക്കെ ഉണ്ട്. അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ആർജിച്ചെടുക്കുന്ന തരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇവർക്ക് ഓരോ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസിനെയും സ്കെച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്, ഓർത്തിരിക്കാനുള്ള കഴിവുണ്ട്. അടുത്ത പ്രാവശ്യം ഇതേ മൈക്രോ ഓർഗാനിസം വരുമ്പം സ്പെസിഫിക് ആയിട്ടുള്ള റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇവർ ആ മൈക്രോ ഓർഗാനിസത്തിനെ ഫൈറ്റ് ചെയ്യുന്നത്. അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് ടി സെൽസും ബി സെൽസും എന്നൊക്കെ പറഞ്ഞാൽ ചില തരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള സെല്ലുകളാണ്. ഇതുകൂടാതെ ചില തരത്തിലുള്ള പ്രോട്ടീൻസിന് ഉപയോഗിക്കും. ഈ പ്രോട്ടീൻസൊക്കെ നമുക്ക് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയാം. പലതരത്തിലുള്ള കോമ്പൗണ്ട്സിനെ ഉപയോഗിക്കും. സൈറ്റോകൈൻസ് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ഒരു കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടി വളർന്നു വന്ന് അഡൽട്ട് ആയി കഴിഞ്ഞാലും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പലതരത്തിലുള്ള എക്സ്പോഷർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരായിട്ട് കോൺടാക്റ്റിൽ വരും, പലതരത്തിലുള്ള കെമിക്കൽസ് ആയിട്ട് കോൺടാക്റ്റിൽ വരും. ഇങ്ങനത്തെ പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കളും പലതരത്തിലുള്ള കെമിക്കൽസും കോമ്പൗണ്ട്സും ഒക്കെ ആയിട്ട് കോൺടാക്ട് വരുന്നതിനനുസരിച്ച് ഈ കുട്ടി ആർജിച്ചെടുക്കുന്നതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മെമ്മറി ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയും സ്പെസിഫിക് ആയിട്ടുള്ളതും കുറച്ചും കൂടിയും ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രത്യേകിച്ചും നമ്മളുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം, ഓരോ തരത്തിലുള്ള എക്സ്പോഷർ നടക്കുന്നതിനനുസരിച്ചിട്ടും നമ്മളുടെ ബോഡീനെ രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ഇമ്മ്യൂണിറ്റിയാണ്, അതായത് പ്രൊട്ടക്ഷനും പ്രതിരോധിക്കാനുള്ള കഴിവാണ്. രണ്ടാമത്തത് ടോളറൻസ് ആണ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പെട്ടെന്നുള്ള ആക്ഷൻ അല്ല, കുറച്ച് സമയം ഒബ്സർവ് ഒക്കെ ചെയ്തതിന് ശേഷം സഹിക്കാനുള്ള കഴിവാണ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ബോഡിയിൽ തന്നെ ഉള്ള ചില തരത്തിലുള്ള പ്രോട്ടീൻസ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്ത്
ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യണം. അതിന് ഈ ടോളറൻസ് അത്യാവശ്യമാണ്. അതേസമയം നമ്മളുടെ ബോഡീൻ്റെ പാർട്ടല്ലാത്ത, അതായത് പുറത്തുനിന്ന് വന്നിട്ടുള്ള സൂക്ഷ്മാണുക്കളാവാം, കെമിക്കൽസ് ആവാം, മറ്റു തരത്തിലുള്ള പ്രോട്ടീൻസ് ആവാം, ഇതെല്ലാം നമ്മളുടെ ബോഡീൻ്റെ പാർട്ടല്ല എന്ന് മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് അഗേൻസ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ്, അതായത് ഫൈറ്റിംഗ് കൃത്യമായിട്ട് നടത്താനും അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ ടോളറൻസ് കുറഞ്ഞു വരുന്ന സമയത്താണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ബോഡിയിലുള്ള പ്രോട്ടീൻസിന് തന്നെ പുറത്തുനിന്ന് വന്ന സാധനങ്ങളാവാമെന്ന് വിചാരിച്ചിട്ട്, അതായത് തെറ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് അഗെയിൻസ്റ്റും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്ത് തുടങ്ങും. അതായത് നമ്മളുടെ ബോഡീൻ്റെ പാർട്സിനെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഫൈറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് തുടങ്ങുന്നത്. ഇത് കുറച്ചും കൂടി എളുപ്പമാക്കി നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളൊരു റെസിഡൻഷ്യൽ ഏരിയനെ കുറിച്ച് ആലോചിക്കുക. ഇതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുക. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്, ഓരോ വീടിനും ഗേറ്റ് ഉണ്ട്, ഓരോ വീടിനും CCTV ക്യാമറ ഉണ്ട്. രാവിലെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിയും വൈകിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ നമ്മളുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ഓരോ സെല്ലുകൾ പോലെ അല്ലെങ്കിൽ പ്രോട്ടീൻ പോലെയാണ്. പുറത്തുനിന്ന് ആര് വന്നു കഴിഞ്ഞാലും ഇവർ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, ഈ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നവരല്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവും. ഈ കമ്മ്യൂണിറ്റിയിലുള്ളവരെ തന്നെ കാണുന്ന സമയത്ത് ഇവരെ കയറ്റി വിടാനും ഇവർ പഠിച്ചിട്ടും ഉണ്ടാവും. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പോലീസുകാരും സെക്യൂരിറ്റിക്കാരും മിലിറ്ററി ഇങ്ങനെയുള്ളവരെല്ലാവരും നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം. നമ്മളുടെ ബോഡി എന്ന് പറയുന്നതും ഇതേപോലെ പലതരത്തിലുള്ള സെല്ലുകളും ടിഷ്യൂസും ഓർഗൻസും ഒക്കെ കൂട്ടിച്ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളുടെ ബോഡിയിൽ നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടി പല ലെവലിൽ വർക്ക് ചെയ്യുന്ന സെല്ലുകളും പ്രോട്ടീൻസിനൊക്കെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഇതേ സെക്യൂരിറ്റീൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ പോലീസുകാർ വന്ന് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ തന്നെ കള്ളന്മാരാണ് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിൽ തെറ്റായി മനസ്സിലാക്കുകയും ഇവർക്ക് അഗെയിൻസ്റ്റ് ആക്ഷൻ എടുത്ത് തുടങ്ങുമ്പോൾ എന്താണോ സംഭവിക്കുന്നത്, ഇതേപോലെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. ഇനി ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ എക്സാമ്പിൾസ് പറയാം. ബോഡി ഫുള്ളായിട്ട്, അതായത് സിസ്റ്റമിക് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ എക്സാമ്പിളാണ് ഒന്ന് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്ന് പറയുന്നത്, രണ്ടാമത്തത് ജോഗ്രൻ സിൻഡ്രോം ആണ്, മൂന്നാമത്തത് സ്ക്ലീറോഡെർമയാണ്, നാലാമത്തത് സാർക്കോയിഡോസിസ് ആണ്. ഇതെല്ലാം ശരീരത്തിൽ ഒട്ടാകെ ബാധിക്കുന്ന തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണെങ്കിൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ചില ഓർഗൻസിനെ സ്പെസിഫിക് ആയിട്ട് ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്. പാൻക്രിയാസിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. നമ്മളുടെ വൻകുടലിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. ബുള്ളസ് പെംഫിഗോയിഡ് എന്ന് പറയുന്നത് സ്കിന്നിനെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നാലാമത്തത് നമ്മളുടെ നട്ടലിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇതിൻ്റെ പേര് ആൻകലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. ചുരുക്കത്തിൽ സ്പോണ്ടൈലൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അഞ്ചാമത്തത് രക്തക്കുഴലിനെ ബാധിക്കുന്ന അസുഖമാണ്. ഇതിൻ്റെ പേര് ഹിനോഷ് ഷോൺലിൻ പെർപ്യൂറ എന്നാണ്. ആറാമത്തെ അസുഖത്തിൻ്റെ പേര് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നാണ്. ഇത് നെർവ്സിനെയാണ് ബാധിക്കുന്നത്. തൈറോയിഡ് ഗ്രന്ഥിനെ ബാധിക്കുന്ന ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇങ്ങനെ പല തരത്തിൽ ഏകദേശം 30 അടുത്ത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണോ ഇല്ലെന്ന് അറിയാൻ കൃത്യമായിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ വേണം, പല കാര്യങ്ങൾ ചോദിച്ചറിയണം. നിങ്ങൾ കാണേണ്ടത് ഇമ്മ്യൂണോളജി വിഭാഗത്തിലുള്ള ഡോക്ടർമാരാണ്. പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാനുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടെന്ന് കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഫോളോ അപ്പിന് വേണ്ടി നിങ്ങൾക്ക് ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻസ് എടുക്കാം. ഡോഫോഡിയിലും ജനറൽ മെഡിസിൻ്റെ ഡോക്ടേഴ്സും ഇമ്മ്യൂണോളജി വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവരുടെ കൺസൾട്ടേഷൻ ലോകത്തിന് എവിടുന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ്. ഡോഫോഡി വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിന് താഴെ കാണാം. ഇല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ള ഹെൽപ്പും കിട്ടുന്നതായിരിക്കും. ട്രീറ്റ്മെൻറ്റ് മാറ്റുന്ന സമയത്തും ട്രീറ്റ്മെൻറ്റ് എത്ര കാലം തുടരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് ഇത് ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടാറുണ്ട്. നിങ്ങൾക്കിനി ഏത് തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത്, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വിഷയത്തിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.